യേശുവിൻ്റെ ചുറ്റും വലിയൊരു ക്രൗഡ് മറ്റൊന്നിനുമല്ല, യേശുവിൻ്റെ വചനം കേൾക്കാൻ. ആ വചനത്തിലൂടെ കുറച്ചും കൂടി സമാധാനവും സന്തോഷവും നേടാൻ. യേശു നിൽക്കുന്നത് ഗനേസറത്ത് കടൽ തീരത്താണ്. നോക്കുമ്പോൾ ഈ ക്രൗഡ് ഒത്തിരി ഉള്ളപ്പോൾ കുറച്ചും കൂടെ ഉയരത്തിലുള്ള എലവേറ്റഡ് പൊസിഷനിൽ നിന്നല്ലേ യേശുവിന് സംസാരിക്കാൻ പറ്റൂ. അതുകൊണ്ട് യേശു നോക്കിയപ്പോൾ 2 വള്ളങ്ങൾ കിടപ്പുണ്ട്. 2 വള്ളങ്ങൾ, ഒന്ന് ശിമിയോൻ്റെ വള്ളമെന്ന് പ്രത്യേകം വചനം പറയുന്നുണ്ട്. അപ്പോൾ മറ്റേ വെള്ളം ആരുടേതായിരിക്കും അറിയില്ല. മറ്റൊരു വെള്ളത്തിൽ ആരോ ഉണ്ടായിരുന്നു കാണും, പക്ഷെ ആൾ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടില്ല. പക്ഷെ പത്രോസിൻ്റെ വെള്ളം കൃത്യമായി സുവിശേഷത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇതൊരു പ്രത്യേക സാധ്യതയാണ്. നമ്മൾ ഓർക്കണം, 2 വള്ളങ്ങൾ കിടന്നിടത്ത് യേശു കയറിയത് പത്രോസിൻ്റെ വള്ളത്തിലാണ്. കാര്യം ഒരുപക്ഷെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് പത്രോസിന് ഇടപെടലോ പത്രോസിന് നോട്ടമൊക്കെ ക്രിസ്തുവിനെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് കുറച്ചും കൂടി കരുണ യേശുവിനോട് കാണിച്ചു. ആ കരുണ കാണിച്ച പ്രത്യേക രീതിയിലാണ്. നിരാശയുടെ വക്കിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത ഒരുവൻ്റെ വള്ളത്തിൽ കയറി യേശു തന്നു. എന്നിട്ട് പറഞ്ഞു, കുറച്ചങ്ങ് വെള്ളത്തിലേക്ക് നീക്കിയേ. അവൻ നീക്കി. എന്നിട്ട് അവനൊരു പക്ഷേ ആ വലയും കഴുകി നിന്നിട്ടുണ്ടാകണം. യേശു വചനം പ്രഘോഷിച്ചു. എല്ലാം കഴിഞ്ഞിട്ടാണ് അവനോട് പറഞ്ഞത്, നീ വല ഇറക്ക്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, പത്രോസിന് ഏറ്റവും വലിയൊരു ഭാഗ്യം അതായിരുന്നു. മറ്റേ വെള്ളത്തിൽ എന്തുകൊണ്ട് യേശു കയറിയില്ല? പത്രോസിൻ്റെ വെള്ളത്തിൽ കയറി. എവിടേക്കും ഒരു കണക്ഷൻ അവർ തമ്മിലുണ്ടായിരുന്നു, ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. ആ ബോണ്ടാണ് പിന്നീട് വലിയ അത്ഭുതത്തിലേക്കും പിന്നീട് അതിനേക്കാളും വലിയ ശിഷ്യത്വത്തിലേക്കൊക്കെ നയിച്ചത്. നമ്മൾ ഓർക്കണം, നമുക്കൊക്കെ ഈ അറിയാത്തൊരു ബോണ്ട് ക്രിസ്തുവുമായിട്ടൊക്കെ ഉണ്ടാകണം. നമ്മൾ സയൻറ്റിഫിക്കായിട്ടൊക്കെ പറയാറില്ലേ, ടെലിപ്പതി എന്നൊക്കെ. ഈ ഹൃദയങ്ങളും തമ്മിലൊരു കണക്ഷൻ. ദൂരെ എങ്ങുള്ളൊരു മനുഷ്യർക്ക് മറ്റൊരു ദൂരെയുള്ളൊരു മനുഷ്യരുമായി ഒരു കണക്ഷൻ ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഹൃദയത്തിൻ്റെ കണക്ഷൻസാണ്. ഒരുപക്ഷെ ക്രിസ്തുവിനും പത്രോസും തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അത് സ്വർഗത്തിൻ്റെ കണക്ഷനാണ്. നമ്മളും ദൈവമായിട്ടൊക്കെ ഉണ്ടാകേണ്ടത് ഈ സ്വർഗത്തിൻ്റെ കണക്ഷനാണ്. ഈ കണക്ഷനുള്ളപ്പോൾ കർത്താവ് നമ്മുടെ വള്ളത്തിൽ കയറും. കർത്താവിനറിയാം ഇവിടെ സങ്കടത്തിൻ്റെ വെള്ളമാണെന്ന്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നിരാശയുടെയും കണ്ണുനീരിൻ്റെയും വെള്ളമാണെന്ന്. അതുകൊണ്ട് അങ്ങനെ ഒരു വെള്ളത്തിൻ്റെ വേദനയ്ക്കിടയിൽ ക്രിസ്തു കയറി വരും. എന്നിട്ട് പറയും, വലയിറക്ക്. ക്രിസ്തുവിൻ്റെ ഒറ്റ വാക്കിൽ തന്നെ പിന്നെ വല കീറുവോളം മീൻ കിട്ടിയ കഥ ചരിത്രമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത്, നമ്മളൊക്കെ ക്രിസ്തുവുമായൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിൽ കയറി വരും. എന്നിട്ട് പറയും, വലയിറക്ക്. ജീവിതത്തിൽ നിരാശയുടെ ഏത് വക്കിൽ നിന്നും കൈപിടിച്ച് എത്താൻ കഴിവുള്ള ഒരുവൻ നമ്മുടെ വെള്ളത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ ഭയപ്പെടണം? കുറച്ചും കൂടി അവനുമായൊരു കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തിൻ രൂപത്തിൽ നീ വാവായെന്നീശോയെ എന്നിലൊന്നാകണേ മമ ജീവന്റെ ആത്മാവിൽ നീ വാവായൻ സ്നേഹമേ ഹൃത്തിലുൾ ചേരണേ തവ സ്നേഹത്തിൻ രൂപത്തിൽ നീ
സ്നേഹം